അതുപോലെ നല്ല നല്ല തൈകൾ വാങ്ങിച്ച് വെക്കുക. ഒരുപാട് വിദേശ ഇനം മാവുകളുണ്ട്. ഒരു മാവിന് തന്നെ 5ഉം 10ഉം പേരിട്ടിട്ട് ഓരോ മാവുകൾ നമ്മുടെ തായ്ലൻഡ് വെറൈറ്റികൾ വരുന്നുണ്ട്. നമ്മളിതിങ്ങനെയുള്ള എല്ലാ ഇലകളും നമ്മൾ ആദ്യം ഒന്ന് കട്ട് ചെയ്ത് കൊടുത്തിട്ട് വേണം നമ്മളിതിൻ്റെ മുകളിലേക്ക് നമ്മൾ മരുന്നടിച്ച് കൊടുക്കാൻ. അതായത് കണ്ടില്ലേ, മഞ്ഞ കണ്ടില്ലേ, അതായത് ആദ്യം വരുന്നത് റെഡും, പിന്നീട് വരുന്നത് മഞ്ഞയും, പിന്നീട് വരുന്നത് നമുക്ക് ബ്ലൂ, പിന്നീട് ഗ്രീൻ. ഇങ്ങനെ ഒരു 4 ഇതിലാണ് നമുക്ക് ഈ ഇതുപോലുള്ള രാസ കീടനാശിനികൾ ഇറക്കിയിട്ടുള്ളത്. അപ്പോൾ എല്ലാവർക്കും നമസ്കാരം, ഞാൻ നൗഷാദ്. ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് നമ്മുടെ മാവിനെ മഴക്കാലത്ത് നമുക്ക് സംരക്ഷിക്കേണ്ടതുണ്ട്. അതെങ്ങനെയാണ് മഴക്കാലത്ത് നമുക്ക് മാവിനെ സംരക്ഷിക്കുക എന്നുള്ളൊരു വീഡിയോ ആയിട്ടാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത്. അതായത് മാവിന് നമുക്ക് കൂടുതലായിട്ട് കാണാൻ പറ്റുന്നതാണ് നമ്മുടെ മാവിൻ്റെ ഇലകൾ കംപ്ലീറ്റ് ഉണങ്ങിപ്പോവുക, ചീഞ്ഞു പോവുക, അതുപോലെ മുറിച്ചിടുക, അതുപോലെ കമ്പുണക്കം, അതുപോലെ കറയൊലിപ്പ്, അങ്ങനെയുള്ള ഒരുപാട് പ്രശ്നങ്ങൾ നമ്മൾ ഈ ഡ്രമ്മിൽ സെറ്റ് ചെയ്യുന്ന മാവുകൾക്ക് മഴക്കാലങ്ങളിൽ കൂടുതലായിട്ട് കാണപ്പെടുന്നുണ്ട്. അതിനൊക്കെ നമ്മൾ മഴക്കാലത്ത് നമ്മൾ ട്രീറ്റ് ചെയ്യേണ്ടതുണ്ട്. ഞാൻ എല്ലാ വർഷവും മഴക്കാലത്ത് ചെയ്യുന്നതാണ്. ഈ വർഷം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ചെയ്യാൻ പറ്റിയിട്ടില്ല. അതായത് മഴ നിന്നിട്ടില്ല. നമുക്ക് ഈ മരുന്ന്, അതായത് ഈ ഫംഗിസൈഡും അതുപോലെ നമ്മൾ ഈ തണ്ടിനൊക്കെ ഞാൻ ചെയ്ത് കൊടുക്കുക, തുരിശും ചുണ്ണാമ്പും കൂടെ മിക്സ് ചെയ്തിട്ട് ഞാൻ ഇവിടെയൊക്കെ തേച്ച് പിടിപ്പിച്ച് കൊടുക്കും. അതായത് കറയൊലിപ്പുള്ള ഭാഗങ്ങളിൽ കംപ്ലീറ്റ് അതിനെ നീക്കം ചെയ്ത്, ചെത്തി നീക്കം ചെയ്ത് എല്ലാ ഭാഗങ്ങളിലും തുരിശും ചുണ്ണാമ്പും കൂടെ മിക്സ് ചെയ്തിട്ട് അതിന് തേച്ച് പിടിപ്പിക്കുന്നൊരു ഇത് ഉണ്ട്. എൻ്റെ കഴിഞ്ഞ വീഡിയോയിലൊക്കെ ഞാൻ കാണിച്ചതാണ്. അതുപോലെ തന്നെ നമുക്ക് ഇലകളിലൊക്കെ നമുക്ക് സാഫ്, അതുപോലെ എക്കാലക്സ് മിക്സ് ചെയ്ത് നമുക്ക് അടിച്ചു കൊടുക്കേണ്ടതുണ്ട്. പല ആൾക്കും ചോദിക്കുന്ന ഇതാണ്, നമ്മുടെ ഈ എക്കാലക്സ് ഒക്കെ ചെയ്യാൻ പറ്റുമോ? മാവിന് നമുക്ക് ഒരു കാരണവശാലും ജൈവ രീതിയിൽ നമുക്കത് ചെയ്തിട്ട് നമുക്ക് വിജയിപ്പിക്കാൻ പറ്റില്ല. കാരണം മാവിന് കൂടുതലായിട്ടും മഴക്കാലത്ത് ഒരുപാട് പ്രശ്നങ്ങൾ നമ്മുടെ ഈ ഡ്രമ്മിൽ സെറ്റ് ചെയ്യുന്ന മാവുകൾക്ക്, പ്രത്യേകിച്ച് വിദേശ ഇനം മാവുകൾക്കാണ് നമ്മൾ കൂടുതലായിട്ട് നമുക്കിവിടെ കാണപ്പെടുന്നത്. അപ്പോൾ അതെങ്ങനെയാണ് നമുക്കത് ട്രീറ്റ് ചെയ്ത് നമുക്ക് നിലനിർത്താൻ പറ്റുക എന്നുള്ളൊരു വീഡിയോ ആയിട്ടാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത്. അതിനു മുമ്പായി എൻ്റെ ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കനും കൂടി എനാബിൾ ചെയ്യുക, ഓൾ എന്ന ഓപ്ഷനും കൂടി സെലക്ട് ചെയ്യുക. എങ്കിൽ മാത്രമേ ഞാനിടുന്ന എല്ലാ വീഡിയോകളും നിങ്ങൾക്ക് അപ്പം നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുകയുള്ളൂ. അപ്പം നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് നമുക്ക് പോകാം. ആദ്യം ചെയ്യേണ്ട ഒരു പണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ഈ മാവിൻ്റെ ചുവട് കംപ്ലീറ്റ് വൃത്തിയാക്കണം. ഇത് കാണുന്നില്ലേ, ഞാൻ വൃത്തിയാക്കിയിട്ട് കംപ്ലീറ്റ് മണ്ണിളക്കം കാണുന്നില്ല. ഇതാ നിങ്ങൾ കണ്ടില്ലേ, മൊത്തം ഞാൻ മണ്ണിളക്കിയിട്ട് കാണുന്നില്ല. ഈ പോട്ടിങ് തന്നെ നിങ്ങൾ കണ്ടോ, ഇതാ ഞാൻ മുകളിലുള്ള നല്ല അത്രക്കും മണ്ണൽ, മണ്ണ്, ചാണകപ്പൊടി, എല്ലുപൊടി, വേപ്പ് മണ്ണാക്കി, ഇതൊക്കെ എല്ലാ വർഷങ്ങളിലും മിക്സ് ചെയ്ത് ഇതുപോലെ ഇളക്കമുള്ള മണ്ണായിരിക്കണം. ഈ ഡ്രമ്മ് പോരാഞ്ഞിട്ട് ഞാൻ ഇതിലൊരു പായും കൂടെ സെറ്റ് ചെയ്ത് ഇതിന് കുറച്ചുകൂടെ വലുപ്പം ആയിക്കൊടുക്കുന്നു. കാരണം ഈ മാവ് ഒരുപാട് കുറച്ചൊരു പഴക്കമുള്ളതാണ്. കാരണം ഒരു 6 വർഷം 7 വർഷത്തോളം പ്രായമുള്ള ഒരു മാവാണിത്. ഇതൊരു കുളമ്പ് മാവാണ്. അപ്പോൾ അതിന് വേരുകൾ തിങ്ങിയത് കൊണ്ട് കുറച്ചുകൂടെ ഞാനത് സ്പേസ് ചെയ്ത് കൊടുത്തതാണ് നിങ്ങൾ ഈ കാണുന്നത്. അതുപോലെ നമ്മൾ മഴക്കാലത്ത് ആദ്യം നമ്മൾ ഇതിൻ്റെ മുകളിൽ വേനൽക്കാലത്തിൽ പൊതയിട്ട് കൊടുക്കും. അതായത് ചൂട് തട്ടാതിരിക്കാൻ വേണ്ടി കംപ്ലീറ്റ് ചപ്പ് ചവറുകളൊക്കെ ഇട്ട് കൊടുക്കും. അത് മഴക്കാലത്ത് നീക്കം ചെയ്തിട്ടില്ല. ഇതിൻ്റെ അടിയിലൊക്കെ നമുക്ക് ഒച്ചു പോലെ, അതുപോലെ ഒരുപാട് അണുക്കൾ, ഉറുമ്പ്, അതായത് ഉറുമ്പൊക്കെ ഭയങ്കര അപകടമാണ് നമ്മുടെ ഈ മാവിനെ. ഒരു ചെറിയൊരു നമ്മുടെ ഈ കടിക്കാതെ അതിന് നമ്മുടെ ഇവിടെയൊക്കെ പറയുന്നത് ഒരു ഇക്കിളി ഉറുമ്പ്, അത് കംപ്ലീറ്റ് ഇങ്ങനെ വന്ന് ഇതിൻ്റെ ഈ ഇലയുടെ അടിയിലൊക്കെ ഓരോ മീലി ബഗ് പോലെയുള്ള സാധനങ്ങൾ ഇത് ഉണ്ടാക്കി അതിനെ ഭക്ഷിക്കലാണ് അവരുടെ പണി. അത് നമ്മുടെ ഈ അബിയൂനും കൂടുതലായിട്ട് കാണപ്പെടും. അതൊക്കെ നമ്മൾ നീക്കം ചെയ്ത് മൊത്തത്തിൽ നമ്മുടെ നിലം വൃത്തിയാക്കി കൊടുക്കണം. ഇത് കംപ്ലീറ്റ് ചൂട് വൃത്തിയാക്കി കൊടുത്തതിന് ശേഷം മാത്രം നിങ്ങൾ നമ്മുടെ മാവിനെ ആദ്യം പരിചരിക്കുക. നമ്മൾ ആദ്യം ചെയ്യേണ്ട കാര്യം, നമ്മുടെ ഇലകളിൽ കംപ്ലീറ്റ് നമ്മൾ സാഫ് അല്ലെങ്കിൽ COC, കോപ്പർ ഓക്സിക്ലോറൈഡ് പോലുള്ള എന്തെങ്കിലും ഫംഗിസൈഡുകൾ നമ്മൾ ഇലകളിൽ കംപ്ലീറ്റ് ആദ്യം സ്പ്രേ ചെയ്ത് കൊടുക്കണം. ചെയ്യുന്നതിന് മുമ്പേ നിങ്ങൾ ആദ്യം ശ്രദ്ധിക്കേണ്ടത് നല്ല കാലാവസ്ഥ തെളിച്ചം വേണം. അതായത് ഒരു 3 മണിക്കൂറെങ്കിലും, 3-4 മണിക്കൂർ ഈ തണ്ടിനൊക്കെ നമ്മൾ അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഒരു 3-4 മണിക്കൂർ നമുക്ക് കാലാവസ്ഥ തെളിഞ്ഞ് കിട്ടിയാൽ മാത്രമേ അത് മരുന്ന് പിടിച്ച് കിട്ടുള്ളൂ. അല്ലെങ്കിൽ കംപ്ലീറ്റ് ഒലിച്ചു പോകും. നമ്മളെ എടുത്ത പണി മൊത്തം വേസ്റ്റായി പോകും. അപ്പം നമുക്ക് എങ്ങനെയാണ് ഇത് നമുക്ക് സെറ്റ് ചെയ്യുന്നത് നോക്കാം. അതുപോലെ തന്നെ ആദ്യം നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഒരു കാരണവശാലും മഴക്കാലങ്ങളിൽ ഒരു വളപ്രയോഗം മാവിന് ചെയ്യരുത്. അതായത് ഈ അടച്ചൽ മഴക്ക് വളപ്രയോഗം ചെയ്യേണ്ടെന്നല്ല, അടച്ചൽ മഴക്ക് ഈ കർക്കിടക മാസങ്ങളിലൊന്നും ഒരു വളപ്രയോഗം ചെയ്യരുത്. ചെയ്തിട്ട് കാര്യമില്ല, അത് കംപ്ലീറ്റ് വേസ്റ്റാണ്. അപ്പോൾ നമ്മൾ മാവിന് വളപ്രയോഗം എങ്ങനെ ചെയ്യണം അതിൻ്റെയൊക്കെ ഫുൾ വീഡിയോ ഞാൻ അടുത്ത് തന്നെ അപ്ലോഡ് ചെയ്യുന്നതാണ്. നമ്മൾ ആദ്യം വളം ചെയ്യേണ്ടത് മഴ തുടങ്ങുന്ന സമയങ്ങളിലും മഴ അവസാനിക്കുന്ന സെപ്റ്റംബർ മാസങ്ങളിലുമാണ് നമ്മൾ മാവിന് വളപ്രയോഗം ചെയ്യേണ്ടത്. അതിൻ്റെ എങ്ങനെയാണ് ചെയ്യുന്നതിലുള്ള ഫുൾ വീഡിയോ ഞാൻ അടുത്ത് തന്നെ വളപ്രയോഗം ചെയ്യുന്ന അവസരങ്ങളിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പോൾ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് ഇതാണ്.
നിങ്ങളെ കാണിച്ചു തരാം. ഇതാണ് ഞാൻ തുരിശ്, അതായത് തലേന്ന് രാത്രിയെങ്കിലും തുരിശ് നമ്മൾ വെള്ളത്തിലിട്ട് ഇതുപോലെ നമ്മളൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഒരു കാരണവശാലും വെള്ളത്തിലിടാൻ പാടില്ല. നമ്മൾ എന്തെങ്കിലും ഒരു തുണിയോ എന്തെങ്കിലും എടുത്ത് ഇതിൻ്റെ മുകളിലേക്ക് നമ്മളൊരു കെട്ടി എന്നിട്ട് നീട്ടി ഇവിടെ എന്തെങ്കിലും ഇങ്ങനെ ഒരു കമ്പ് വെച്ചിട്ട് ഇതിലേക്ക് കെട്ടി വെള്ളത്തിൻ്റെ നടുക്ക് വെക്കണം. എങ്കിൽ മാത്രമേ നമുക്ക് രാവിലത്തേക്ക് അത് അലിഞ്ഞ് കിട്ടുകയുള്ളൂ. വെള്ളത്തിൽ നമ്മൾ ഇട്ട് കഴിഞ്ഞാൽ അത് ഒരു കാരണവശാലും 2-3 ദിവസം ഇട്ട് കഴിഞ്ഞാൽ നമുക്കത് അലിയില്ല. അതായത് തുരിശ് എല്ലാവർക്കും അറിയായിരിക്കും, എന്നാലും ഞാൻ കാണിച്ചു തരാം. ഇതാണ് നമ്മുടെ തുരിശാണ് ഈ കാണുന്നത്. അതിനുശേഷം നമ്മൾ ചുണ്ണാമ്പിൻ്റെത് നമുക്കിതുപോലെ തന്നെ വളക്കടയിൽ നിന്ന് നമുക്ക് കിട്ടാനുണ്ട്. ഇതാ ഞാൻ കാണിച്ചു തരാം. ഇതാണ് ചുണ്ണാമ്പ് പൊടിയാണിത്. ഇത് റൈസ് ബ്രാൻഡ് എന്ന കമ്പനിയുടെ ഹൈഡ്രേറ്റഡ് ലൈം എന്ന് പറഞ്ഞൊരു ഇതാണ്. ഇത് നമ്മുടെ ഈ ചുണ്ണാമ്പ് പൊടിയാണ്. നമ്മളല്ലെങ്കിൽ കക്ക മേണിച്ചിട്ട് നമ്മളത് ചുണ്ണാമ്പാക്കിയിട്ട് നമ്മൾ മാറ്റേണ്ടി വരും. ഇതിൻ്റെ അളവ് എങ്ങനെയാണ് വരുന്നതെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ നമ്മൾ 1 കിലോ പൊടിക്ക് 1 കിലോ തുരിശാണ്. എനിക്കിപ്പോൾ അത്രയൊന്നും വേണ്ട. ഞാനിപ്പോൾ ഒരു 250 ഗ്രാം തുരിശിലാണ് ഞാൻ ഇത് ചെയ്തിട്ടുള്ളത്. അപ്പോൾ 250 ഗ്രാം ഈ ഒരു പൊടിയും കൂടെ നമുക്ക് വേണം. അപ്പം ഇതെങ്ങനെയാണ് മിക്സ് ചെയ്യുന്നത് കാണിച്ചു തരാം. തുരിശ് ഇതാണ്, ഞാൻ നേരത്തെ കാണിച്ചു. അപ്പോൾ നമ്മൾ 250 ഗ്രാം, അതൊരു സുമാറ്, നമുക്ക് കറക്റ്റ് അളവ് കിട്ടൂല എങ്കിലും നമുക്ക് ഇതിപ്പോൾ ഞാനൊരു ഈ വലിയൊരു ടീസ്പൂണാണ്, ഇതിൽ ഞാനൊരു 50 ഗ്രാമാണ് ഞാനിത് കണക്കാക്കുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമുക്കൊരു 5 സ്പൂൺ, ഇത് വലിയ സ്പൂണാണ്, 5 സ്പൂൺ ഇട്ട് കഴിഞ്ഞാൽ ഒരു 50 ഗ്രാം ഏകദേശം. ചിലപ്പോൾ അളവുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറാം, അത് നമ്മൾ നോക്കിയിട്ട് കാര്യമില്ല. നമുക്കിപ്പോൾ ത്രാസില്ലല്ലോ നമുക്കിത് തൂക്കിയെടുക്കാൻ വേണ്ടിയിട്ട്. അതിനുശേഷം നല്ലതായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. കണ്ടില്ലേ? പിന്നീട് നമുക്കിത് ആവശ്യം വരും. നമ്മൾ ഈ മഴ അവസാനിക്കുന്ന സമയങ്ങളിലും വേണമെങ്കിൽ ഈ രീതിയിൽ തന്നെ നമുക്കിത് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇത് ഭദ്രമായിട്ട് അടച്ചിട്ട് തണുപ്പൊന്നും കയറാത്ത രീതിയിൽ നമ്മളത് വെക്കുക. ചിലവർ ചോദിക്കലുണ്ട്, ഇതിൽ നമുക്ക് കുമ്മായം ചേർത്താൽ പോരെ. ഒരു കാരണവശാലും കുമ്മായം ചേർക്കരുത്. അല്ലെങ്കിൽ ഒന്നിക്കൽ കക്ക വാങ്ങിച്ചിട്ട് നീറ്റിയിട്ട് എടുക്കണം. അതിൻ്റെ ആവശ്യമില്ല. നമുക്കിത് എല്ലാ വളക്കടയിലും നമുക്കിത് ഈ പൊടി നമുക്ക് വാങ്ങിക്കാൻ കിട്ടുന്നതാണ്. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യണം? ഈ തുരിശ് കലക്കിയ വെള്ളത്തിലേക്ക് ഇതിങ്ങനെ ഒഴിച്ചു കൊടുക്കുമ്പോൾ തന്നെ ഇത് നമുക്കൊരു പെയിൻറ്റിൻ്റെ രൂപത്തിൽ ആയി കിട്ടും. ടൈറ്റായി കിട്ടും. കണ്ടില്ലേ? ഡ്രൈ ആയി കിട്ടും. നിങ്ങൾക്ക് കാണാം. ഇതിന് ശേഷം നമ്മളൊരു വേറൊരു പാത്രത്തിലേക്ക് ഇത് നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ജഗ്ഗിൽ ചെയ്യുന്നത്. ഇതിന് ശേഷം എന്ത് വേണം? നമ്മളിതിനെ കുറച്ചുകൂടെ നമുക്ക് ലൂസായി കിട്ടേണ്ടത്. ഇപ്പോൾ 250 ഗ്രാം തുരിശും 250 ഗ്രാം നമ്മുടെ ഈ ചുണ്ണാമ്പ് പൊടിയും കൂടിയാണ് ഈ കാണുന്നത്. അതിനുശേഷം നമ്മൾ ഇനിയൊരു സാധനം കൂടെ നമുക്കിതിൽ ചേർക്കാനുണ്ട്. അതായത് മഴക്കാലത്ത് ഇതിൽ നമുക്ക് തണ്ടിന് പറ്റി പിടിക്കാൻ വേണ്ടിയിട്ട് നമ്മളിത് ഹെൽപ്പർ എന്നുള്ളൊരു പശയും കൂടി, ഇതും വളക്കടയിൽ നിന്ന് വാങ്ങിക്കണം. നമ്മൾ പുറത്തുനിന്നുള്ള പശയൊന്നും വാങ്ങിച്ചിട്ട് ചേർക്കരുത്. അത് അവരോട് പറഞ്ഞാൽ മതി. ഗമ്മ് വേണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതും കൂടി കിട്ടും. അപ്പോൾ ഇതിന് അളവ് പാത്രമില്ല. ഞാൻ ഈ ഒരു മൂടി 10 ഗ്രാമാണ്. അതായത് 1 ലിറ്റർ വെള്ളത്തിൽ 2 മില്ലിയാണ് ഇത് പറയുന്നത്. ഇതിപ്പം ഞാനിപ്പോൾ ഒരു ഏകദേശം ഒരു 3 ലിറ്റർ വെള്ളത്തിലേക്ക് ചെയ്യും. അപ്പം എനിക്കിപ്പോൾ ഇതൊരു 6 ml വേണം. ഞാൻ ഈ ഒരു മൂടിയുടെ പകുതി ഞാൻ എടുത്തിട്ടുണ്ട്, ഗമ്മെടുത്തിട്ടുണ്ട്. അതും കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. എങ്കിൽ മാത്രമേ നമുക്കിത് കംപ്ലീറ്റ് തണ്ടിൽ പറ്റി പിടിച്ച് നിൽക്കുകയുള്ളൂ. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കാലാവസ്ഥ അനുകൂലമായാൽ മാത്രമേ ഈ ഒരു രീതിയിൽ നിങ്ങൾ ചെയ്യാൻ പാടുള്ളൂ. ഇനി ഇതിലേക്ക് നമുക്ക് വെള്ളവും കൂടി മിക്സ് ചെയ്തിട്ട് കുറച്ചുകൂടെ നമുക്കിത് ലൂസാക്കി എടുക്കേണ്ടതുണ്ട്. അപ്പം നമ്മൾ ഇത് 3 ലിറ്റർ വെള്ളത്തിൽ ഞാനിത് കൂട്ടി വെച്ച് നമ്മുടെ ഈ തുരിശും നമ്മുടെ ഈ ചുണ്ണാമ്പും കൂടെ മിക്സ് ചെയ്ത് വെച്ച് ഇതിവിടെ വെച്ചിട്ടുണ്ട്. ഇനി ഇത് ഞാനൊരു ജഗ്ഗിലേക്ക് എടുക്കുന്നു. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യണം? ഇതിൽ നമ്മളൊന്ന് എന്തെങ്കിലും ഒരു തുണിയോ എന്തെങ്കിലും എടുത്തിട്ട് ആദ്യം ഒന്ന് തുടച്ച് വൃത്തിയാക്കി കൊടുക്കുക. ഞാനിത് തുടച്ച് വൃത്തിയാക്കിയതാണ്. രാവിലെ കയറി കംപ്ലീറ്റ് വൃത്തിയാക്കി വെച്ച മാവിൻ്റെ ഇത് കാണുന്നത്. അതുകൊണ്ടാണ് അത് വീഡിയോയിൽ തുടക്കുന്നത് കാണിക്കാതെ. ആദ്യം ഒന്ന് തുടച്ചൊന്ന് വൃത്തിയാക്കി കൊടുക്കുക. ചിരണ്ടാതെ. ഇനി എവിടെയെങ്കിലും കറയൊലിപ്പോ കാര്യങ്ങളുണ്ടെങ്കിൽ ചെറിയ രീതിയിൽ ചെത്തി കൊടുക്കുക. അതിനുശേഷം നമ്മളിതുപോലെ ഒരു ബ്രഷ് എടുത്തിട്ട് നമ്മളിതിൽ ഒന്ന് അടിച്ചു കൊടുക്കുക. അപ്പം ഈ ഒരു രീതിയിൽ നമ്മളിത് തേച്ച് പിടിപ്പിച്ച് കൊടുക്കുക. ഇത് ഉണങ്ങിക്കഴിഞ്ഞാൽ എന്താവും? നല്ല നീല കളറായിട്ട് ഇത് മാറും. ഇപ്പോൾ ഇത് അടിച്ചപാട് ആയതുകൊണ്ടാണ് ഈ ഒരു ലെവലിൽ ഒരു രീതിയിൽ കാണുന്നത്. ഇത് ഉണങ്ങിക്കഴിഞ്ഞാൽ നല്ലൊരു 2-3 മണിക്കൂർ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളൊരു നീല കളറിൽ ഒരു കോട്ടിങ് പോലെ നമുക്കിത് കാണാൻ പറ്റും. അതിനുശേഷം നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം, നമ്മളെന്ത് ചെയ്യണം? ഇത് ഉണങ്ങിയതിന് ശേഷം
ഇപ്പോൾ നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം. ഞാൻ ഇന്നലെ വൈകുന്നേരം കയറിയിട്ട് ഇവിടെയൊക്കെ മാവിന് ഞാൻ അടിച്ചിട്ടുണ്ട്. അതൊന്നും അത്ര വലിയ സക്സസ് ആയിട്ടില്ല. ഒന്നുകൂടെ ഞാൻ കൊടുക്കേണ്ടതുണ്ട്. കാരണം അടിച്ചു കൊടുത്ത് ഒരു മണിക്കൂറിന് ശേഷം മഴ പെയ്തിട്ടുണ്ട്. ഞാനൊരു 4 മണിക്ക് ഇന്നലെ കയറിയിട്ട് അടിച്ചതാണ്. ഇതാ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പറ്റും. ഇത് കണ്ടില്ലേ, ഇത് അൽഫോൻസ മാവാണ്. കണ്ടോ നിങ്ങൾ? ഇത് ഇന്നലെ വൈകുന്നേരങ്ങളിൽ ഞാൻ തേച്ച് പിടിപ്പിച്ച് കൊടുത്തതാണിത്. പക്ഷേ കംപ്ലീറ്റ് പോയി. ഒന്നും കൂടി ഇതിൻ്റെ പുറത്ത് ഒന്നുകൂടി ഇത് ഞാൻ ഒരു കോട്ടിങ്ങും കൂടെ കൊടുക്കേണ്ടതാണ്. ഇത് കണ്ടോ നിങ്ങൾ? ഇല കംപ്ലീറ്റ് ഇതൊക്കെ ഇല ഒരുപാട് ജീവികൾ വന്ന് ഇതിൻ്റെ അടിയിലൊക്കെ മുട്ടയിട്ട് ഇതുപോലെ ഇതൊക്കെ ഞാൻ കട്ട് ചെയ്ത് ഞാനൊന്ന് വൃത്തിയായി കൊടുക്കും. ഇതൊക്കെ നിങ്ങളെ കാണിക്കാൻ നിന്ന് കഴിഞ്ഞാൽ നമ്മുടെ വീഡിയോ ലെങ്ത്ത് കൂടിപ്പോവും. അതുപോലെ കമ്പുണങ്ങിയ ഭാഗങ്ങളൊക്കെ നമ്മൾ കട്ടർ വെച്ചിട്ട് നമ്മളിത് ഞതക്കാതെ നമ്മൾ ഒറ്റ വെട്ടിന് തന്നെ മുറിയുന്ന രീതിയിൽ നമ്മളിത് ഇങ്ങനെയുള്ള എല്ലാ ഇലകളും നമ്മൾ ആദ്യം ഒന്ന് കട്ട് ചെയ്ത് കൊടുത്തിട്ട് വേണം നമ്മളിതിൻ്റെ മുകളിലേക്ക് നമ്മൾ മരുന്നടിച്ച് കൊടുക്കാൻ. അതായത് നമ്മുടെ സാഫ് അതുപോലെ എക്കാലക്സും കൂടെ മിക്സ് ചെയ്തിട്ടുള്ള ഫംഗിസൈഡ് നമ്മൾ ഇതിൻ്റെ മുകളിലേക്ക് അടിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതെല്ലാവർക്കും അറിയുന്നതാണ്. ഇതാണ് നമ്മുടെ സാഫ്. ഇത് നമുക്ക് 1 ലിറ്റർ വെള്ളത്തിൽ, അതായത് മാവിനാണ് ഞാൻ ഈ കണക്ക് പറയുന്നത്, 1 ലിറ്റർ വെള്ളത്തിൽ 5 ഗ്രാം തോതിൽ വേണം. മാവിനിത് നമുക്ക് ഇതിൻ്റെ ഫംഗസും കാര്യങ്ങളൊക്കെ പോകണമെങ്കിൽ നമുക്ക് സാഫ് 1 ലിറ്റർ വെള്ളത്തിൽ 5 ഗ്രാമെങ്കിലും മിനിമം നമുക്കിത് കൂട്ടേണ്ടതുണ്ട്. അതുപോലെ പിന്നീട് നമുക്ക് ചെയ്യേണ്ട ഒരു കാര്യം ഇതാണ് എക്കാലക്സ്. ഇതും ഒരു വകയ്ക്ക് അറിയുന്നതാണ്. ഇത് കണ്ടില്ലേ, ഇത് അത്യാവശ്യം കുറച്ച് ഡോസ് കൂടിയ ഒരു ഇൻസെക്ടിസൈഡാണ്. ഇത് നമ്മൾ ഉപയോഗിക്കുന്ന സമയങ്ങളിൽ നമ്മൾ ശരിക്കും മാസ്ക് ധരിക്കേണ്ട ആവശ്യമുണ്ട്. അതുപോലെ തന്നെ കൈകളൊക്കെ നമ്മൾ നന്നായിട്ട് സോപ്പിട്ട് കഴുകി കുളിച്ചതിന് ശേഷം മാത്രമേ നമ്മളൊരു വെള്ളം പോലും നമ്മൾ കുടിക്കാൻ പാടുള്ളൂ. ഇങ്ങനെയുള്ള ഒരു ഇൻസെക്ടിസൈഡിൻ്റെയൊക്കെ നമുക്കൊരു പ്രത്യേകത ഇത് കണ്ടില്ലേ, മഞ്ഞ കണ്ടില്ലേ? അതായത് ആദ്യം വരുന്നത് റെഡും, പിന്നീട് വരുന്നത് മഞ്ഞയും, പിന്നീട് വരുന്നത് നമുക്ക് ബ്ലൂ, പിന്നീട് ഗ്രീൻ. ഇങ്ങനെയൊരു 4 ഇതിലാണ് നമുക്ക് ഇതുപോലുള്ള രാസ കീടനാശിനികൾ ഇറക്കിയിട്ടുള്ളത്. അപ്പോൾ ഇത് 2ാം സ്ഥാനമാണ്. 1ാം സ്ഥാനവും 2ാം സ്ഥാനവും പോയ്സൺ കുറച്ച് കൂടുതലാണ്. അത് നിങ്ങൾ ശ്രദ്ധിക്കുക. അതുകൊണ്ടായിരിക്കും ചിലവരൊക്കെ, കാരണം ഇത് അടിച്ചു കൊടുക്കാതെ നമുക്ക് ഒരു രക്ഷയില്ല. മഴക്കാലത്ത് നമ്മുടെ മാവിനെ സംരക്ഷിക്കണമെങ്കിൽ എക്കാലക്സ് പോലുള്ള എന്തെങ്കിലും ഒരു ഇൻസെക്ടിസൈഡ് നമുക്ക് അടിച്ചു കൊടുക്കാതെ ഒരു രക്ഷയില്ല. കാരണം നമുക്ക് ഇല്ലെങ്കിൽ പിന്നെ നിങ്ങൾ ജൈവ രീതിയിൽ പ്രയോഗിച്ച് നോക്കുക. ജൈവ രീതിയിൽ പ്രയോഗിക്കുമ്പോൾ എല്ലാ ആഴ്ചയിലും നിങ്ങൾ ചെയ്യേണ്ടതാണ്. അതായത് വെളുത്തുള്ളി വേപ്പെണ്ണ മിശ്രിതം, അതിൽ കുറച്ച് ഷാമ്പൂ എന്തെങ്കിലും മിക്സ് ചെയ്ത് അതും കൂടി നിങ്ങളൊന്ന് സ്പ്രേ ചെയ്ത് നോക്കുക. കിണറിൻ്റെ ഭാഗങ്ങളിലോ അങ്ങനെ എന്തെങ്കിലും മാവിൻ്റെ പ്ലാന്റുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾ ആ രീതിയിൽ ചെയ്യുക. ചെയ്യുമ്പോൾ എല്ലാ ആഴ്ചയിലും നിങ്ങൾ ചെയ്ത് കൊടുക്കണം. എങ്കിൽ മാത്രമേ നമുക്കത് ഫലിക്കുകയുള്ളൂ. ഇല്ലെങ്കിൽ നമുക്ക് ഇതുപോലെ ഇൻസെക്ടിസൈഡ് എന്തെങ്കിലും നമ്മൾ കീടനാശിനി തന്നെ നമ്മൾ ചേർക്കേണ്ടതുണ്ട്. അപ്പം ഇതെങ്ങനെയാണ് നമുക്ക് മിക്സ് ചെയ്യേണ്ടത് നോക്കാം. ആദ്യം നമുക്ക് മാസ്ക് ധരിക്കാം. നമ്മൾ എക്കാലക്സ് പോലുള്ള ഇൻസെക്ടിസൈഡ് എടുക്കുമ്പോൾ ആദ്യം നമ്മൾ മാസ്ക് നിർബന്ധമായിട്ട് ധരിക്കണം. കാരണം ഇതിൻ്റെ അടപ്പഴിക്കുന്ന സമയങ്ങളിൽ തന്നെ ഇതിനൊരു സ്മെല്ലുണ്ടാവും. അപ്പം ഞാനിതൊരു കുപ്പിയിലിട്ട് വെച്ചതാണ് നമ്മുടെ ഈ സാഫ് പാക്കറ്റ് പൊളിച്ചിട്ട്. അപ്പോൾ ഞാനിതൊരു 5 ലിറ്ററിൻ്റെ പമ്പിലാണ് ഞാനിത് മിക്സ് ചെയ്യുന്നത്. ഇതാ 5 ലിറ്ററിൻ്റെ ഇതാണ്. അപ്പം ഇതിൽ 25 ഗ്രാം നമുക്കിത് സാഫിൻ്റെ ആവശ്യമുണ്ട്. അപ്പോൾ ഈ ഒരു സ്പൂണിൽ ഒരു 10 ഗ്രാമാണ് ഞാൻ കണക്കാക്കുന്നത്. ഈ ഒരു രീതിയിൽ ഏകദേശം ഒരു 25 ഗ്രാം സാഫ് ഇതിൽ ചേർത്തിട്ടുണ്ട്. അതായത് അതിന് ശേഷം ഒന്ന് ഇളക്കി കൊടുക്കുക, നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക നമ്മുടെ സാഫ്. ഞാൻ ആദ്യമേ പറഞ്ഞു സാഫ് 5 ഗ്രാം എടുക്കുന്നത് മാവിന് മാത്രമാണ്. നമുക്ക് മറ്റുള്ള എന്തെങ്കിലും ഇതുണ്ടെങ്കിൽ 5 ഗ്രാം യാതൊരു കാരണവശാലും എടുക്കാൻ പാടില്ല. അതിനൊരു 3 ഗ്രാമും 2 ഗ്രാമൊക്കെ നമുക്ക് ചേർക്കാം. മാവിന് നമുക്കിത് ഈ കീടങ്ങൾ പോകണമെങ്കിൽ നമുക്കിത് അത്യാവശ്യമാണ്. അതിന് ശേഷം നമ്മുടെ എക്കാലക്സ്, ഇതാണ് എക്കാലക്സ്. ഇത് ഒരു മൂടി 10 ഗ്രാമാണ് ഞാൻ കണക്കാക്കുന്നത്. നമുക്ക് 5 ലിറ്ററിൻ്റെ പമ്പാണ്. അപ്പോൾ ഈ ഒരു മൂടി എക്കാലക്സും കൂടി നമ്മൾ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. എക്കാലക്സ് നേരത്തെ പറഞ്ഞതുപോലെ നന്നായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കുക, ശ്രദ്ധിച്ചിട്ട് കൈകാര്യം ചെയ്യുക. അതിനുശേഷം നമ്മൾ ഒന്നുകൂടി, അതായത് നേരത്തെ കാണിച്ചു തന്നെ ഹെൽപ്പർ, അതായത് ഈ പശ ചേർത്ത് കഴിഞ്ഞാൽ മാത്രമേ നമ്മളിത് മഴക്കാലത്ത് ഈ ഇലകളിൽ പറ്റിപ്പിടിച്ച് നിൽക്കുകയുള്ളൂ. അതിനു വേണ്ടിയാണ് നമ്മൾ ഈ മഴക്കാലത്ത്, മഴയല്ലാത്ത സമയങ്ങളിൽ ഇതിൻ്റെ ആവശ്യമില്ല. ഇതും 1 ലിറ്റർ വെള്ളത്തിൽ 2 ml തോതിൽ ചേർക്കുക. ഇത് 10 ml, ഈ ഒരു മൂടിക്കും 10 ml ആണ് ഞാൻ കണക്കാക്കുന്നത്. അതുകൂടെ നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുക. അതിനുശേഷം നന്നായിട്ട് ഇതൊന്ന്
മിക്സ് ചെയ്ത് കൊടുക്കുക. ഇതാ നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമ്മളെന്ത് വേണം, ഇതിലേക്ക് ഇതാ പമ്പ് 5 ലിറ്ററിൻ്റെ പമ്പാണ്. നിങ്ങളുടെ പമ്പിൻ്റെ അളവ് അനുസരിച്ചിട്ട് ആ രീതിയിൽ നിങ്ങളിത് മിക്സ് ചെയ്യുക. അതിനുശേഷം ഈ മരുന്ന് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഒഴിച്ചു കൊടുത്തതിന് ശേഷം ബാക്കി ഇതിലേക്ക് വെള്ളവും കൂടെ ഒഴിച്ചു കൊടുക്കുക. അതിനുശേഷം ഈ കേടായ കമ്പുകളൊക്കെ നമ്മൾ കട്ട് ചെയ്ത് കൊടുക്കുക. മാവിൻ്റെ എല്ലാ കമ്പുകളും നമ്മൾ കേടായതൊക്കെ നമ്മൾ ഇതിനെ ഒന്ന് കട്ട് ചെയ്ത് ഒന്ന് ഷെയ്പ്പാക്കി നിലനിർത്തുക. ഇതൊന്നും ഇനി വെച്ചിട്ട് കാര്യമില്ല, അതിന് പുതിയ മുകുളങ്ങൾ വന്നോളും. ഇതൊക്കെ നമ്മളൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. മൊത്തത്തിൽ ഈ മഴക്കാലത്ത് മാവിനുള്ളൊരു അസുഖമാണ് നിങ്ങൾ ഈ കാണുന്നത്. ഇതൊക്കെ കാണുന്നില്ലേ, ഇതൊക്കെ മറ്റുള്ള ജീവികൾ വന്ന് ഇതിലേക്കൊക്കെ മുട്ടയിട്ട് ഇങ്ങനെ വെക്കുന്നതാണിതാ. ഇതൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. എല്ലാ കേടുള്ള കമ്പുകളും കട്ട് ചെയ്ത് നിർത്തി കൊടുക്കുക. നമ്മൾ പമ്പ് നന്നായിട്ട് കാറ്റടിച്ച് ടൈറ്റാക്കിയതിന് ശേഷം നമ്മൾ ഇനി അതിലേക്ക് നമ്മളിതുപോലെ നമ്മുടെ സാഫും എക്കാലക്സും കൂടി മിക്സ് ചെയ്ത ഇത് നമുക്കിതുപോലെ നന്നായിട്ട് ഇലകളുടെ അടിയിലും ഒക്കെ ആയിട്ട് നമ്മളിതുപോലെ നമ്മൾ സ്പ്രേ ചെയ്ത് കൊടുക്കുക നന്നായിട്ട്. ഇത് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, മഴയില്ലാത്ത സമയങ്ങളിൽ ഇത് ചെയ്യണം, എങ്കിൽ മാത്രമേ നമ്മൾ ഈ എടുത്ത പണിക്ക് നമുക്ക് കാര്യമുള്ളൂ. നന്നായിട്ട് എല്ലാ മാവിൻ്റെ ഇലകളിലും അതുപോലെ നമുക്ക് നേരത്തെ അടിച്ച നമ്മുടെ ഈ തുരിശും ഇതും എല്ലാ ഈ ചെറിയ കമ്പുകൾക്കും നമുക്ക് അടിച്ചു കൊടുക്കാൻ പറ്റില്ല. അപ്പോൾ നമ്മളെന്ത് ചെയ്യണം, അതിലൊക്കെ നമ്മൾ ഇതുപോലെ നമ്മൾ അടിച്ച് നന്നായിട്ട് നമ്മളിത് പിടിപ്പിച്ച് കൊടുക്കുക. അപ്പം ഇത്രയാണ് നമുക്ക് മഴക്കാലത്ത് നമുക്ക് മാവിനെ സംരക്ഷിക്കേണ്ട രീതികൾ. അപ്പം എല്ലാവരുടെയും സംശയമാണ്, നമുക്ക് മഴക്കാലത്ത് മാവിൻ്റെ കൊമ്പണക്കം, മാവ് ഇല്ലാതെയായി പോകുന്നൊരു രീതിയാണ് നമുക്ക് കാണുക. ഈ അടച്ചൽ മഴ തോരാത്ത മഴയാകുമ്പോൾ നമ്മൾ പ്രത്യേകിച്ച് ഡ്രമ്മിൽ വെച്ചത് ഞാൻ നേരത്തെ പറഞ്ഞു. അപ്പം അതുപോലെ തന്നെ നിങ്ങൾ ടെറസിൻ്റെ മുകളിലൊക്കെ മാവിൻ്റെ തൈകൾ പ്ലാന്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട്. അതുപോലെ നല്ല നല്ല തൈകൾ വാങ്ങിച്ച് വെക്കുക. ഒരുപാട് വിദേശ ഇനം മാവുകളുണ്ട്. ഒരു മാവിന് തന്നെ 5ഉം 10ഉം പേരിട്ടിട്ട് ഓരോ മാവുകൾ നമ്മുടെ തായ്ലൻഡ് വെറൈറ്റികൾ വരുന്നുണ്ട്. അതിനൊക്കെ കുറിച്ച് പഠിച്ചതിന് ശേഷം മാത്രം നിങ്ങൾ ടെറസിൻ്റെ മുകളിൽ സെറ്റ് ചെയ്യാൻ ശ്രമിക്കുക. ഞാൻ എൻ്റെ അടുത്തേക്ക് വരുന്ന കസ്റ്റമറോട് ഞാൻ പ്രത്യേകിച്ച് പറഞ്ഞു കൊടുക്കുന്ന ഈ ഒരു രീതിയിൽ തന്നെയാണ് ഞാൻ പറഞ്ഞു കൊടുക്കുന്നത്. നമ്മൾ ടെറസിൻ്റെ മുകളിൽ കുറേ മണ്ണും പോട്ടിങ്ങൊക്കെ നിറച്ച് നമ്മൾ മുകളിലെത്തി വെച്ച മാവന്നെ ഒരു 2-3 മാവ് തന്നെ നമ്മൾ ടെറസിൻ്റെ മുകളിൽ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് പ്രശ്നങ്ങളുണ്ടാകും, നമുക്ക് ഒരുപാട് ടെൻഷനുകളായിരിക്കും. അപ്പോൾ നമ്മളത് പൊരിച്ച് മാറ്റേണ്ടി വരും, അതുപോലെ ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ടാകും. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ നമ്മൾ പ്ലാന്റ് ചെയ്യുമ്പോൾ ആദ്യം തന്നെ നമ്മൾ ഐഡിയ റെഡിയാക്കിയിട്ട് നമുക്ക് എങ്ങനെ ചെയ്യണം, ഏത് രീതിയിൽ ചെയ്യണം എന്ന് നമ്മൾ ആദ്യം കൺഫേം ചെയ്തതിന് ശേഷം മാത്രം നമ്മൾ പ്ലാന്റുകൾ ടെറസിൻ്റെ മുകളിൽ സെറ്റ് ചെയ്യാൻ ശ്രമിക്കുക. അതുപോലെ നമ്മുടെ മാവിൻ്റെ വളപ്രയോഗങ്ങളും ഒക്കെ ആയിട്ട് അടുത്ത് തന്നെ എൻ്റെ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പം ഞാൻ എൻ്റെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. ഇനിയൊരു വീഡിയോ ആയി വരുന്നത് വരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.